യുഎസിലെ വിമാന സർവീസുകൾ 10% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനം. ആഭ്യന്തര വിമാന സർവീസുകളിലാണ് വലിയ കുറവ് വരിക. ഇതോടെ രാജ്യത്തെ 40 തിരക്കേറിയ പാതകളിലെ 4000-ഓളം വിമാന സർവീസുകൾ ഇന്നു മുതൽ നിർത്തിവെക്കും. യുഎസ് ഷട്ട്ഡൌൺ തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഒരു മാസം പിന്നിടുകയാണ്. ഇപ്പോൾ ഏകദേശം 40ഓളം ദിവസമാകുന്നു അമേരിക്ക ഒരു ഷട്ട്ഡൌണിലേക്ക് കടന്നിട്ട്. ഇതുവരെയും ആ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ സെനറ്റിന് സാധിച്ചിട്ടില്ല. പലകുറി സെനറ്റ് ചേരുകയും തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന ആ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസത്തോളം പിന്നിടുന്നു. ഏകദേശം 40 ദിവസത്തോളം ആവുകയാണ് ഈ ഷട്ട്ഡൌൺ. ഈ തുടക്കഘട്ടത്തിലൊക്കെ അത്യാവശ്യ സർവീസുകളൊന്നും തടസ്സപ്പെടാത്ത തരത്തിൽ ജീവനക്കാർ ഇടപെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, എല്ലാ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ആഭ്യന്തര സർവീസുകളാണ് നിർത്തലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ആദ്യ ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് 2019 ആദ്യമായി ഇങ്ങനെയൊരു ഷട്ട് ഡൗണിലേക്ക് പോകുന്നത്. അന്ന് 35 ദിവസത്തോളമായിരുന്നു ഈ ഷട്ട് ഡൗൺ നീണ്ടു നിൽക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ആ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് അത് പരിഹരിക്കാനും തിരിച്ച് സാമ്പത്തിക തലത്തിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നേറാനും അമേരിക്കയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ഷട്ട് ഡൗണിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 34 ദിവസം പിന്നിട്ടിരിക്കുന്നു ഇങ്ങനെയൊരു ഷട്ട് ഡൗൺ എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ കാലത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ ധനാനുമതി ബില്ലിൽ ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെമോക്രാറ്റുകൾ അതുമായി ബന്ധപ്പെട്ട, അതായത് ഇത്തരത്തിൽ സബ്സിഡിയും ഒപ്പം തന്നെ ആരോഗ്യ പരിരക്ഷയും അത് ഉൾപ്പെടുത്തിയുള്ള ബില്ലല്ല എങ്കിൽ ഒരു തരത്തിലും അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല, അല്ലെങ്കിൽ അതിന് അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഡെമോക്രാറ്റുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം. ഒപ്പം തന്നെ ഇത്തരത്തിൽ ട്രംപും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി ഇല്ലാതെ അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഇല്ലാതെയുള്ള ധനാനുമതി ബില്ല് അതിൽ ഒപ്പുവെക്കാൻ തനിക്ക് പിന്തുണ നൽകണമെന്നുള്ള ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് ഡെമോക്രാറ്റുകളുമായി സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അക്കാര്യത്തിലൊരു കൃത്യമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഏകദേശം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ 40 വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 10%-ഓളം വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതായത് 80 മുതൽ 90% ആളുകൾ ഇത്തരത്തിൽ എയർപോർട്ട് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ, എയർ കൺട്രോളർമാർ ഉൾപ്പെടെയുള്ളവർ ജോലിക്കെത്താത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്രത്തോളം പേരെ ഭാഗികമായി ആ ജോലിയിൽ അവധി പ്രവേശിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം നൽകുകയും ചെയ്തതാണ്. ഇതിൻ്റെ ഭാഗമായി ആണ് ഇപ്പോഴൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തര സർവീസിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രതിസന്ധി നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള സർവീസുകളിൽ, വിമാന സർവീസുകളിൽ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പറയുകയും ചെയ്തത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ സ്നാപ്പ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം എന്ന പദ്ധതി അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം നവംബർ ആദ്യം മുതൽ ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ ലഭ്യമല്ലാതാകുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ഫെഡറൽ കോടതി ഒരു കൃത്യമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും, അതായത് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഫണ്ട് അത് ഇതിനായി ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം ട്രംപ് ഭരണകൂടത്തിന് മുന്നാകെ വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ ഇതുവരെയും ട്രംപ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അടിയന്തര ഫണ്ട് ഉപയോഗിക്കാൻ നിയമപരമായ രീതിയിൽ പരിരക്ഷയില്ല എന്നുള്ളൊരു നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഏകദേശം 4.2 കോടിയോളം ജനങ്ങൾ ഈ പരിരക്ഷയുടെ കീഴിൽ വരുന്നവരാണ്. അവർ പട്ടിണിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം, അവർക്ക് പലവ്യഞ്ജന വസ്തുക്കൾ ഉൾപ്പെടെ, അതായത് ഒരു കുടുംബത്തിന് $350 എന്ന നിരക്കിലാണ് ഇത്തരത്തിൽ ഈ തുക നൽകിക്കൊണ്ടിരുന്നത്. ആ തുക നൽകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും
പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ 14 ലക്ഷത്തോളം ജീവനക്കാരിൽ 7 ലക്ഷത്തോളം ജീവനക്കാരെ അടിയന്തരമായി അവധിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഇതുവരെയും ശമ്പളം നൽകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. ഇപ്പോഴും ജോലിയിലുള്ള 7.5 ലക്ഷത്തോളം ആളുകൾക്ക് ഇതുവരെയും കൃത്യമായ രീതിയിൽ ശമ്പളം നൽകാൻ സാധിച്ചിട്ടില്ല. സേന, അതായത് മുഴുവൻ സമയം സേനയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം നൽകാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഷട്ട് ഡൗൺ എത്ര നാള് നീണ്ടു മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലാതെ ഈ ഇരുപക്ഷവും നീങ്ങുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പോരിൽ വലയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പേരേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കുൾപ്പെടെ ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വെട്ടിക്കുറക്കലിലേക്കും ഒപ്പം തന്നെ കൂടുതൽ മാറ്റങ്ങളിലേക്കും അമേരിക്ക കടക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ വിമാന സർവീസുകൾ പലതും വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. NG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ്, ജീവനക്കാരാണ് വല്ലാത്ത പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. അസാധാരണമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഷട്ട് ഡൗണിനെ തുടർന്ന് അമേരിക്ക നേരിടുന്നത്. ഇപ്പോൾ ആഭ്യന്തര വിമാന സർവീസുകളെ അടക്കം കാര്യമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം.